നമുക്ക് ചക്കമടൽ വെച്ചിട്ട് ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചക്കമടൽ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ചക്കച്ചുള എടുക്കുമല്ലോ, അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ ഒരു മുള്ളും മാറ്റി ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ചക്കച്ചുള എടുത്ത് മാറ്റിയ മടൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഇപ്പോൾ അതിന്ന് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാതെ ഒരു പീസ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം തലേദിവസം ചക്കച്ചുള എടുത്ത് മാറ്റിയതിൻ്റേത് പിറ്റേ ദിവസമാണ് നമ്മളിപ്പോൾ മടൽ എടുക്കുന്നത്. അപ്പം അതിനി നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ചക്കമടലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ അല്ലാതെ ഉപ്പേരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെയും ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാരണയായിട്ട് ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുമ്പം എണ്ണയിലേക്ക് തന്നെയാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. ചിലർ വേറെ രീതിയിലും ചെയ്യാറുണ്ട്. അപ്പം അതേ രീതിയിൽ തന്നെ ഏകദേശം ഇച്ചിരി ഒരു പാകമാകുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഏകദേശം ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എടുക്കാം. അപ്പം ഇത് പതുങ്ങി പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അത് ഓരോ ചക്കയുടെ അനുസരിച്ചൊക്കെ ഇരിക്കും. പിന്നെ അത് ഇച്ചിരി കൂടെ ഒന്ന് ക്രിസ്പി ആക്കാനായിട്ടാണെങ്കിൽ ഇച്ചിരി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇത് അപ്പം തന്നെ കഴിക്കാനായിട്ട് ഉറപ്പായിട്ടും നല്ലതാണ്. പിന്നെ ഓരോ ചക്കയുടെ അനുസരിച്ചാണ് ഇത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ പക്ഷേ ഉണ്ടാക്കിയത് കുറച്ച് ദിവസം വെച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ചക്കമടൽ വെച്ചിട്ടുള്ള ഉപ്പേരി നല്ല സൂപ്പറാണ്. ഇത് ഇച്ചിരൂടെ നമുക്ക് സ്പൈസി ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയും കൂടെ പുരട്ടിയിട്ടാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നമുക്ക് ഈ ചക്ക വിഭവങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് ഇത്.